ഈ മുത്തലാഖ് ഇന്ന് ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. തലാഖ് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് അതിൻ്റെ അർത്ഥം. മോചനം ഒരു കുടുക്കിൽ നിന്നാണല്ലോ എപ്പോഴും ഉണ്ടാവുക. വിവാഹം മനുഷ്യനെ ഒരു കുടുക്കിലകപ്പെട്ടാറുള്ളതല്ല. വിവാഹത്തിന്റെ ലക്ഷ്യം സ്നേഹവും കാരുണ്യവും പകരാനുള്ളതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് ഇണകളെ നിങ്ങൾ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു, അവരുടെ സ്നേഹവും കാരുണ്യവും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അവ സ്നേഹവും കാരുണ്യത്തോടു കൂടിയ ഒരു ദാമ്പത്യ ജീവിതമാണ് ഇസ്ലാമിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ജീവിതം നയിക്കുമ്പോൾ ആ ജീവിതത്തിൽ ദമ്പതികൾക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അവർ കൂടി ആലോചിച്ച് പരിഹരിക്കുന്നു. അത് ഭാര്യയും ഭർത്താവും തന്നെ പരിഹരിക്കേണ്ട മാർഗം എന്താണ് എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നു. അതൊന്നും പറ്റാതെ വരുമ്പോൾ അതിൽ കുടുംബ മധ്യസ്ഥന്മാർ ഇടപെട്ട് അത് പരിഹരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ രണ്ടുപേരും ഒരു ജീവിതത്തിൽ ഒരു കുടുക്കിലകപ്പെടുന്നു. ഈ കുടുക്കിലകപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മോചനമാണല്ലോ. ആ മോചനത്തിന് അവസാനത്തേതാണ് വിവാഹമോചനം എന്ന് പറയുന്ന മോചനം. അതാണ് തലാഖ്. എന്നാൽ ഇങ്ങനെ മോചനം നടക്കുമ്പോൾ വളരെ ജീവിതത്തിൽ ഒന്നായി ജീവിച്ച ഒരു ജീവിതം അവർ വേർവിട്ടു പോവുകയാണല്ലോ. ഒറ്റ വാക്കിലൂടെ അങ്ങനെ ഒരു വേർപാടുണ്ടായിക്കൂട. അതുകൊണ്ട് അങ്ങനെ ഒരു ശാശ്വതമായ വേർപാടിന് ഇസ്ലാം 3 അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 3 അവസരങ്ങളായി ഉപയോഗപ്പെടുത്താം. അത് അവർക്ക് ചിന്തിക്കാനും മടങ്ങുവാനും തീരുമാനമെടുക്കാനുള്ള അവസരങ്ങളാണ്. അതിൽ ഒന്നാമത്തെ അവസരം, രണ്ടുപേരും തമ്മിൽ അവർ യോജിക്കുന്നില്ല, ഇനി ഒരിക്കലും ബന്ധപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സകന്നു പോയാൽ പിന്നെ അവിടെ വിവാഹമോചനം, ഭർത്താവ് ഭാര്യയെ ഞാൻ വിവാഹമോചനം നടത്തി എന്ന് പറയുക എന്നതാണ്. അങ്ങനെ വിവാഹമോചനം നടത്തിയാൽ അവിടെയും ഖുർആൻ അവർ വീണ്ടും വിചാരത്തോട് ബന്ധപ്പെടുവാനുള്ള ഒരു അവസരം അവർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ വിവാഹം നടത്തിയ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് ഭാര്യ താമസിക്കേണ്ടത് എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. വിവാഹമോചനം തലാഖ് എന്ന പേരിൽ തന്നെ ഒരു അധ്യായം സൂറ ഖുർആനിലുണ്ട്. അതിൽ പറയുന്നത്, നിങ്ങൾ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ അത് ഇദ്ദയുടെ സമയത്തായിരിക്കും വിവാഹമോചനം നടത്തേണ്ടത്. ഇദ്ദ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെടാത്ത അവരുടെ മാസാന്ത ശുദ്ധിയുടെ കാലഘട്ടമാണ്. കാരണം ബന്ധപ്പെടാൻ പറ്റാത്തൊരവസരം കഴിഞ്ഞു, പിന്നെ ബന്ധപ്പെടണമെന്ന് ജിജ്ഞാസ ഉണ്ടാകുന്ന സമയമാണ് ആ ശുദ്ധിയുടെ അവസരം. അപ്പോൾ അവർ വിവാഹമോചനത്തിൽ ഏർപ്പെടാൻ ഒരുങ്ങുന്നുവെങ്കിൽ മാനസികമായി അകന്നു പോയിരിക്കുന്നു എന്ന് അർത്ഥം. അതുകൊണ്ട് ആ സമയത്താണ് നിങ്ങൾ വിവാഹമോചനം നടത്താവൂ എന്ന് പറയുന്നത്. അങ്ങനെ നടത്തിയാൽ തന്നെ നിങ്ങൾ വിവാഹമോചനം നടത്തിയ ഭാര്യമാർ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കണം എന്നാണ്. അവർ സ്വയം പുറത്തു പോവുകയോ നിങ്ങൾ അത് പുറത്താക്കുകയോ ചെയ്യരുത് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എവിടെ താമസിക്കുന്നുവോ അവിടെ തന്നെ അവർ താമസിക്കണം. ഖുർആൻ പറഞ്ഞ ഈ വ്യക്തമായ നിയമം ഇന്ന് മുസ്ലിങ്ങൾക്ക് അജ്ഞാതമായ വിധത്തിലാണ് കാണാൻ സാധിക്കുന്നത്. എന്തിനു വേണ്ടിയാണത്? മാനസികമായ പരിവർത്തനം കൊണ്ട് സാധ്യത ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ഖുർആൻ കാരണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു അവസരം വെച്ചു. ഇങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി അവർക്ക് വേർപെടേണ്ട സമയം 3 മാസം, അഥവാ 3 ഈ ശുദ്ധിയുടെ കാലഘട്ടം, മാസാന്തത്തിൽ കഴിഞ്ഞ് 3 ശുദ്ധിയുടെ കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് അതുവരെയും ഭർത്താവിന്റെ വീട്ടിൽ തന്നെ അവന്റെ എല്ലാ ആശ്രയത്തിലും ചെലവിലും കഴിഞ്ഞു പോകും. ഇനി ഇതിന്റെ ഇടയിൽ അവർക്ക് മാനസിക പരിവർത്തനം വന്ന് വീണ്ടും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് മടങ്ങാൻ തോന്നുകയാണെങ്കിൽ ഒരൊറ്റ വാക്യം ആവശ്യമുള്ളൂ, ഞാൻ നിന്നെ മടക്കിയെടുത്തിരിക്കുന്നു. ഇങ്ങനെ മടക്കിയെടുക്കുന്നത് എന്ന് കഴിഞ്ഞാൽ വേർപെടുത്തിയ ബന്ധം അത് ഒന്ന് കൂട്ടിച്ചേർത്ത് അങ്ങനെ മടക്കിയെടുത്തതിന് ചുറ്റും 2 സാക്ഷ്യങ്ങളെ മാറും. മടക്കിയെടുത്തതെന്ന് 2 സാക്ഷി കാണും. സാക്ഷി മുഖേനയായിരിക്കും എന്ന് പറയുന്നു. ഇപ്പോൾ അവർ ഒരു വാക്കിലൂടെ വേർപെട്ട് കഴിഞ്ഞ ആ ബന്ധം അത് വീണ്ടും കൂട്ടിയിണങ്ങി ഇനി വേണമെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ വേർപെടുത്താനായിട്ട് അവസരമുണ്ട്. കാരണം ഇനിയും അവർ ഒന്നിച്ച് ജീവിച്ച് അവർ ദമ്പതികളായി ജീവിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് അവർക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെയും ഇതേ നിലയ്ക്ക് തന്നെ ഒരേ ഒരു പ്രാവശ്യം കൂടി അവർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ വിവാഹമോചനം നടത്തിയാൽ അവന്റെ ചെലവിലത്തെ സംരക്ഷണത്തിൽ തന്നെ ഭർത്താവ് എവിടെ താമസിക്കുന്നുവോ അതേ വീട്ടിൽ തന്നെ താമസിക്കണം എന്നാണ് ഖുർആൻ വ്യക്തമായി പറയുന്നത്. അങ്ങനെ 2 പ്രാവശ്യം ഈ നിലക്ക് വിവാഹമോചനത്തിനുള്ള അവസരം നൽകിയിരിക്കുന്നു. ഖുർആൻ വ്യക്തമായി പറയുന്നു, അത്തലാഖ് മർറത്താനി, വിവാഹമോചനം 2 പ്രാവശ്യമാണ് എന്ന്.
ഈ രണ്ടാമത്തെ പ്രാവശ്യം തലാഖ് ചൊല്ലിക്കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ മടക്കിയെടുക്കാനുള്ള അവസരമില്ല. ഇങ്ങനെ 2 പ്രാവശ്യം അത് മടക്കിയെടുത്തു കഴിഞ്ഞു ഈ ചാൻസ് അധികം നീണ്ടുപോയാൽ, അത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കാൻ അതിന് അവസരം വെച്ചു പോയാൽ അതും ചിലപ്പോൾ സ്ത്രീകൾക്ക് ദോഷമായി തീരുമോ, അങ്ങനെ ദോഷമായി അത് ഉപയോഗപ്പെടുത്താൻ ചില ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത സംഭവം മുമ്പുണ്ടായിട്ടുണ്ട്. അതായത് വിവാഹമോചനം നടത്തി മടക്കിയെടുത്തു, വീണ്ടും വിവാഹമോചനം നടത്തി വീണ്ടും മടക്കിയെടുത്തു. ഇങ്ങനെ പിന്നെയും വിവാഹമോചനം നടത്തി ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ അവളെ ഭാര്യയായി തന്റെ സഹധർമ്മിണിയായി ജീവിത സൗഖ്യം നൽകുകയില്ല, എന്നാൽ മറ്റൊരുത്തന്റെ കൂടെ അവളെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്യില്ല. അങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കാനുള്ള ഒരു നിമിത്തമായി ഇത് പരിഗണിക്കപ്പെട്ട അവസരമുണ്ടായി. അപ്പോൾ അതിന് വീണ്ടും ഒരു നിബന്ധന വെച്ചു. 2 പ്രാവശ്യം അങ്ങനെ ചെയ്യാവുന്നതാണ്. 3ാമത്തെ പ്രാവശ്യം ചെയ്താൽ പിന്നെ ആ സ്ത്രീ ഈ ഭർത്താവിന് അനുവദനീയമല്ല. കാരണം അവളെ എഴുതി മടക്കിയെടുക്കാൻ ചാൻസ് ഇല്ല. അതോടുകൂടി അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതാണ് വിവാഹം എന്നത് 3 വിവാഹമോചനം എന്ന് പറയുന്നതാണ്. ഒരു ബന്ധത്തിന് ഒരു മോചനമേ ഉള്ളൂ. അത് പിന്നെയും വീണ്ടും ബന്ധപ്പെട്ടാൽ വീണ്ടും ഒരു മോചനം. ഇതല്ലാതെ ഒരൊറ്റ ബന്ധത്തിന് 3 മോചനം ഒന്നിച്ചു പറയുക എന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല. കാരണം 3 പ്രാവശ്യം എന്നാണ് പറയുന്നത്. ഏതൊരു കാര്യമാണെങ്കിലും ഒരു പ്രവൃത്തി 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത് 3 പ്രാവശ്യം തന്നെ ചെയ്യണം. ഒരിക്കൽ ചെയ്തിട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് 3 ആവുകയില്ല. അത് ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അത് ഒരിക്കൽ ചെയ്ത് 3 എന്ന് പറഞ്ഞാൽ പോരാ. പക്ഷെ ഇങ്ങനെ ഈ സമ്പ്രദായം ചില ആളുകൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വെറുപ്പുകൊണ്ട്, ഭർത്താക്കന്മാർ അങ്ങേയായിട്ട് വെറുപ്പുണ്ട്, അന്ന് ഞാൻ 3 തലാഖ് ചെല്ലിയിരിക്കുന്നു, ഒന്നിച്ചാണ് പറയാൻ തുടങ്ങി. 3 എന്ന് മാത്രമല്ല, ചിലപ്പോൾ 10 തലാഖ് 100 തലാഖൊക്കെ ചെല്ലി എന്ന് പറയുന്ന അത്രയും ദേഷ്യം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ എത്ര പറഞ്ഞാലും ഒരു ബന്ധത്തിന് ഒരിക്കലേ ഉരുവെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എത്ര പറഞ്ഞാലും ഒന്നായിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ. അങ്ങനെയാണ് കണക്കാക്കി വന്നിരുന്നത് ആദ്യ കാലഘട്ടത്തിലെല്ലാം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ, പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലും, അതിന് ശേഷം 2ാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലും എത്ര തലാഖ് ചെല്ലിയാലും, അത് 3 പ്രാവശ്യം ചെല്ലിയാലും അതിന് കൂടുതൽ ചെല്ലാലും ശരി, അത് ഒരു ബന്ധത്തിൽ നിന്ന് ഒരിക്കലല്ലേ മോചനമുള്ളൂ. അത് ഒന്നായിട്ട് മാത്രമേ കണക്കാക്കി വരുന്നുള്ളൂ. എന്നാലും ഇങ്ങനെ മനുഷ്യന്റെ ഈ ദേഷ്യം കൊണ്ട് ഈ 3 പ്രാവശ്യം ഒന്നിച്ചില്ല എന്നൊരു അനിസ്ലാമിക സമ്പ്രദായം ജനങ്ങളിൽ ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇല്ലാതാക്കണം. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവരുതേ. ഒരു ബന്ധത്തിന് ഒരിക്കൽ മോചനം നടത്തി എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് ഈ 3 എന്നോ അല്ലെങ്കിൽ 10 എന്നൊക്കെ പറയുന്നത് അതൊരു അനിസ്ലാമിക സമ്പ്രദായമാണ്. അതുകൊണ്ട് അത് ഇല്ലാതാക്കാനല്ല വേണ്ടത്. അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടത്തിൽ, പിന്നെ ആദ്യ കാലഘട്ടത്തിൽ ഇത് എല്ലാം 3 തലാഖ് ഒന്നിച്ച് ചെല്ലിയാലും ഒന്നായി മാത്രമേ കണക്കാക്കി വരുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഇത് മാറുന്നില്ല. ഈ തെറ്റിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ 3 തലാഖ് ഒന്നിച്ച് ചെല്ലുന്ന സമ്പ്രദായം ശരിയല്ല. അതുകൊണ്ട് മേലിൽ ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാനത് 3 നടപ്പിലാക്കും. നിങ്ങൾക്ക് വീണ്ടും ദാമ്പത്യ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസരം നഷ്ടപ്പെടുത്തും എന്ന് ഒരു ശിക്ഷാ സമ്പ്രദായം, ശിക്ഷണ നടപടി നിലയ്ക്ക് എന്ന് കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിച്ച് പിന്നെയും ചില ബുദ്ധികൾ വീണ്ടും 3 ചെല്ലുക എന്ന സമ്പ്രദായം ആവർത്തിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് 3 നടപ്പാക്കി. ഇനി അങ്ങനെ ചാൻസ് ഇല്ല. എന്തിനായി 3 എന്ന് പറയുന്നത്? അതൊന്ന് 3 കൂടിയാണ്. അതിനാൽ ആ 3 നടപ്പാക്കുന്ന സമ്പ്രദായം ഉണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ 3 തലാഖ് ഒന്നിച്ച് കിട്ടിയാലും അത് 3 ആവില്ല, 1 മാത്രമേ ആവുള്ളൂ. കാരണം ഒരു കാര്യം നമ്മൾ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ 3 ഫാത്തിഹ ഓതണം എന്ന് പറഞ്ഞ് ഒരു ഫാത്തിഹ ഓതി 3 എന്ന് പറഞ്ഞാൽ 3 ഫാത്തിഹ ആവുകയില്ല, അത് 1 മാത്രമേ ആവുകയുള്ളൂ. എന്തെങ്കിലും ഒരു പ്രകീർത്തനം സുബ്ഹാനല്ലാഹ് ഇല്ല എന്ന് 3 വട്ടമാണെന്ന് പറഞ്ഞാൽ അത് 3 പ്രാവശ്യം ചെല്ലുക തന്നെ വേണം. അത് ഒരിക്കൽ ചെല്ലി 3 എന്ന് പറഞ്ഞുകൊണ്ട് അത് 3 ആവുകയില്ല. നമ്മൾ ഇപ്പോൾ ജുംറയിലേക്ക് മറ്റ് കല്ലെറിയുമ്പോൾ 7 കല്ലും കൂടി കൂട്ടിയത് ഒറ്റ എറണ്ട് എറിഞ്ഞാൽ അത് 7 കയറാവില്ല. 7 പ്രാവശ്യമായി തന്നെ ഓരോ കല്ലും എറിയുന്നത് 7 പ്രാവശ്യമാവുകയുള്ളൂ. പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ദുരാചാരം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു താക്കീതെന്നോ ഉമർ റളിയല്ലാഹു അൻഹു അവസാന ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നടപ്പിലാക്കി. 3 ഇല്ലാൽ ഇനി നിങ്ങൾ വീണ്ടും ദാമ്പത്യത്തിലേക്ക് മടങ്ങാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അത് 3 ആയി കണക്കാക്കുന്നുള്ളത്.
അതിന്മേൽ അങ്ങനെ ആ നിലപാട് പിന്നീട് അത് അംഗീകരിച്ചു പോകുന്നു. അതാണ് സമ്പ്രദായം ഉണ്ടായത്. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ അംഗീകരിച്ചു പോന്നു, അതെന്താണ് കാരണം? അത് ഭരണകരമായ കാര്യമായൊരു കാര്യമാണ്. അതല്ലാതെ ഇസ്ലാമിക ശരീഅത്തിൽ മുമ്പില്ലാത്തെന്ന് കടത്തിക്കൂട്ടാൻ ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് അധികാരമില്ല. നബി സല്ലല്ലാഹു കാലഘട്ടത്തിലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലോ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ആദ്യത്തിലോ ഇല്ലാത്തൊരു പുതിയ നിയമം ഇസ്ലാമിക നിയമത്തിൽ ശരീഅത്തിൽ കടത്തിക്കൂട്ടാൻ ഒരു ഭരണാധികാരിക്കും അധികാരമില്ല. അതുകൊണ്ട് അത് ശരീഅത്ത് നിയമമായി അന്ന് കണക്കാക്കാൻ പറ്റുകയില്ല. മൂന്നും ഒന്നിച്ച് ചെല്ലിയാൽ അങ്ങനെ സമ്പ്രദായം ശരീഅത്തിലുണ്ട് എന്ന് പരിഗണിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഒരു ഭരണാധികാരി ഭരണപരമായ നിയമമായി അദ്ദേഹം പരിഗണിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൽ അംഗീകരിക്കാം. അത് പിന്നീട് അംഗീകരിച്ചു പോകുന്നവർക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. അതല്ലാതെ അത് ഒരു സമൂഹത്തിന് എന്നും ഒരു വിഷമകരമായ ഒരവസ്ഥ, ഇതിനെപ്പറ്റി വിവരമില്ലാത്ത ആളുകൾ പോലും മൂന്നും ഒന്നിച്ച് ചെല്ലിയിട്ട് വീണ്ടും മടങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, ഈ അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ഉത്സാഹമായ നടപടിക്രമത്തിലേക്ക് അത് എത്തിപ്പെട്ടിട്ടുണ്ട്. പലരും അങ്ങ് അപകടത്തിൽ ഭാര്യഭർത്താക്കന്മാരായി ജീവിക്കുകയും കുട്ടികളുടെ മാതാപിതാക്കളാകുകയും ചെയ്തതിനു ശേഷം ഈ മൂന്നും ഒന്നിച്ച് ചെല്ലുക എന്നൊരു സമ്പ്രദായമാണ് അവരാകെ കേട്ടത്. മുത്തലാഖ് എന്ന സമ്പ്രദായം അതങ്ങനെ ചെല്ലി അപകടത്തിൽപ്പെട്ടു. ഒരൊറ്റ വാക്കുകൊണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം വേർവിട്ടു പോവുകയും അതിലുള്ള മക്കളുടെ മാതാപിതാക്കൾ തമ്മിൽ എന്നേക്കുമായി ഒരൊറ്റ വാക്കുകൊണ്ട് ബന്ധം വേർവിട്ടു പോവുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായി. ഇതുണ്ടായപ്പോൾ ഇതിനെപ്പറ്റി ഇനി എന്താണ് മാർഗം? അങ്ങനെ മാർഗം ആരാഞ്ഞപ്പോൾ അതിലും കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ടായി. അത് നമ്മുടെ പണ്ഡിതന്മാരുടെ കുതന്ത്രമായ പ്രവർത്തനങ്ങളാണ്. അതായത് ഈ മൂന്നും ചെല്ലിയാൽ പിന്നെ അത് വീർക്കും. 3 പ്രാവശ്യം തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നിച്ച് ദാമ്പത്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ അവസരമില്ല എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എന്നാലും അവർക്ക് വീണ്ടും ഒന്നുകൂടി ബന്ധപ്പെടാൻ മറ്റൊരു സാധ്യത ഖുർആൻ നൽകിയിട്ടുണ്ട്. അതായത് ഇവർ രണ്ടുപേരും 3 പ്രാവശ്യം വേർപെട്ട് കഴിഞ്ഞു. ഇനി അവർ തമ്മിലുള്ള അത് നിലനിൽക്കുകയാണ്. പക്ഷെ ഈ സ്ത്രീയെ മറ്റൊരുത്തിന് വിവാഹം കഴിച്ചു. അവരുടെ താല്പര്യപ്പെട്ട് രണ്ടാളും കൂടി താല്പര്യപ്പെട്ട് വിവാഹം കഴിച്ചതാണ്. സാധാരണ സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നാണ് പറയാറുള്ളത്. പക്ഷെ അവിടെ പറഞ്ഞത് ഫൈൻ തല്ലഖഹ ഫലാ തഹല്ലലഹു മിൻ ബഅദ് ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു എന്നാണ് പറഞ്ഞത്. അവൾ 3ാമത്തെ പ്രാവശ്യം അവൻ അവളെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ ആ തലാഖ് ചൊല്ലിയ ഭർത്താവിന് അതിനുശേഷം അനുവദനീയമല്ല. അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നവരെ എന്നാണ്. സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നവരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ വിവാഹം കഴിച്ച് അവരും ദാമ്പത്യ ജീവിതം അനുഷ്ഠിച്ചു. അവരും ഇതുപോലെ തന്നെ പൊരുത്തപ്പെട്ടു പോകാതെ വീണ്ടും അവർ വിവാഹമോചനം നടത്തി. 2ാമത്തെ ഭർത്താവ് വിവാഹമോചനം നടത്തിയാൽ പിന്നീട് ആദ്യ ഭർത്താവിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു അവസരം അല്ലാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ അവസരം ദുരുപയോഗപ്പെടുത്തിയിട്ട് ഈ 3 തലാഖും ഒറ്റ വാക്കുകൊണ്ട് ഒന്നിച്ചു ചെല്ലുക, എന്നിട്ട് പിന്നെ മറ്റൊരുത്തനെ കൊണ്ട് തൽക്കാലം വിവാഹം കഴിച്ചു കൊടുക്കുക, യഥാർത്ഥ വിവാഹം കഴിക്കുക അല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി ആദ്യത്തെ ആൾക്കാരനെ മടങ്ങിപ്പോകാൻ വേണ്ടി മാത്രമാണ് വിവാഹം കഴിക്കുന്നത്. അതിന് അറബിയിൽ മുഹല്ലിൽ എന്ന് പറയും. ആദ്യത്തെ ആൾക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ മലയാളത്തിൽ ചടങ്ങ് നിൽക്കുന്നവെന്നാണ് പറയാറുള്ളത്. വിവാഹത്തിൽ ചടങ്ങ് നിൽക്കുന്നവൻ ഇത് ഇസ്ലാം നിരോധിച്ചതാണ്. അള്ളാഹു റസൂല് ശപിച്ചതാണ്. അള്ളാഹു ശപിച്ചു എന്ന് റസൂൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വായ്പ വാങ്ങിയ കുറ്റം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ഇങ്ങനത്തെ ചടങ്ങ് സമ്പ്രദായം നമ്മുടെ സമുദായത്തിൽ കടന്നു വന്നിരുന്നു. ഇതെല്ലാം അനിസ്ലാമിക സമ്പ്രദായമാണ്. ഒരു ബന്ധം അത് ഒരിക്കൽ മുറിക്കുക, പിന്നീട് വീണ്ടും ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ വീണ്ടും അത് നടത്തുക. ഇതാണ് വിവാഹമോചനത്തിന്റെ ഇസ്ലാമിന്റെ നിലപാട്. നമുക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്നതല്ല, നമുക്ക് വേറെ നിലപാടുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എങ്ങനെ നടപ്പിലാക്കിയിരുന്നു ആ നിലപാടല്ലാതെ വേറൊന്നും പുതിയ നിലപാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഭരണപരമായ ഒരു കാര്യം നടപ്പാക്കി. ആ നടപ്പാക്കിയത് പിന്നീട് സ്വീകരിച്ചു വന്നു. അത് സ്വീകരിക്കുന്നവർ സ്വീകരിച്ചു കൊണ്ടോട്ടെ. ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെ ഒരാൾ ഒരു പ്രാവശ്യം 3 തലാഖ് ചൊല്ലിയെന്ന് പറഞ്ഞാൽ ആ 3 തലാഖ് പോയില്ല, ഒരു പ്രാവശ്യം അതാകുകയുള്ളൂ. അതാണ് നമ്മുടെ നിലപാട്. വീണ്ടും ബന്ധപ്പെട്ട ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ വീണ്ടും തലാഖാവുകയുള്ളൂ. ഒരു ഭരണകൂടത്തിന് അന്നങ്ങനെ ചെയ്തു, അതങ്ങനെ സമ്പ്രദായം വന്നു. പക്ഷെ ഇസ്ലാമിന്റെ ശരീഅത്തിൽ മുമ്പില്ലാത്ത ആർക്കും കൂട്ടിച്ചേർക്കാൻ ഒരു ഭരണകർത്താവിന് ശരീഅത്ത് നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒരു ഭരണകർത്താവിന് മതിയാകും.